എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ 5ാം ക്ലാസ് സാമൂഹ്യശാസ്ത്രം പരീക്ഷയുടെ ആൻസർ കീയാണ് ഡിസ്കസ് ചെയ്യുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്ത് ഒപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യാൻ ശ്രദ്ധിക്കുക. കൂടാതെ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് നേരെ ചോദ്യങ്ങളിലേക്ക് കടക്കാം. പ്രവർത്തനം 1. നൽകിയിരിക്കുന്ന പ്രദർശന നഗരിയുടെ രൂപരേഖ നിരീക്ഷിക്കുക. മാജിക് ഷോ വേദിയുടെ ഏത് ദിശയിലാണ് ഭക്ഷണശാല എന്നതാണ് ചോദ്യം. മാജിക് ഷോ വേദി ഇവിടെയാണ്, ഭക്ഷണശാല ഇവിടെയുമാണ്. അപ്പോൾ മാജിക് ഷോ വേദിയുടെ വടക്ക് ഭാഗത്താണ് ഭക്ഷണശാല സ്ഥിതി ചെയ്യുന്നത്. ആകാശ ഊഞ്ഞാൽ നിൽക്കുന്ന സ്ഥലത്തു നിന്നും ഏതു ദിശയിൽ സഞ്ചരിച്ചാൽ സമ്മേളന വേദിയിലെത്താം എന്നാണ് ചോദ്യം. ആകാശ ഊഞ്ഞാൽ ഇവിടെയാണ് നിൽക്കുന്നത്. നമുക്ക് എത്തേണ്ടത് സമ്മേളന വേദിയിലേക്കാണ്. സമ്മേളന വേദിയിലേക്ക് എത്താൻ തെക്ക് ദിശയിലാണ് സഞ്ചരിക്കേണ്ടത്. കാരണം ഇവിടെയാണ് ആകാശ ഊഞ്ഞാൽ, ഇവിടെയാണ് സമ്മേളന വേദി. അപ്പോൾ തെക്ക് ദിശയിലാണ് സഞ്ചരിക്കേണ്ടത്. ഭക്ഷണശാലയുടെ ഏത് ദിശയിലാണ് പ്രവേശന കവാടം എന്നാണ് ചോദ്യം. ഭക്ഷണശാല സ്ഥിതി ചെയ്യുന്നത് ഇവിടെയാണ്, പ്രവേശന കവാടം ഇവിടെയുമാണ്. അപ്പോൾ ഭക്ഷണശാലയുടെ തെക്ക് ഭാഗത്താണ് പ്രവേശന കവാടം. അടുത്തത്, ആകാശ ഊഞ്ഞാൽ നിൽക്കുന്ന സ്ഥലത്തു നിന്നും ഏതു ദിശയിൽ സഞ്ചരിച്ചാൽ സർക്കസ് കൂടാരത്തിലെത്താമെന്നതാണ്. ഇവിടെയാണ് ആകാശ ഊഞ്ഞാൽ സ്ഥിതി ചെയ്യുന്നത്, സർക്കസ് കൂടാരം ഇവിടെയാണ്. അപ്പോൾ പടിഞ്ഞാറ് ദിശയിലാണ് സഞ്ചരിക്കേണ്ടത്. ഫാൻസി കടകളിൽ നിൽക്കുന്ന സ്ഥലത്തു നിന്നും ഏതു ദിശയിൽ സഞ്ചരിച്ചാൽ സമ്മേളന വേദിയിലെത്താമെന്നാണ് ചോദ്യം. ഫാൻസി കടകൾ ഇവിടെയാണ് നിൽക്കുന്നത്, സമ്മേളന വേദികൾ ഇവിടെയും. അപ്പോൾ കിഴക്ക് ഭാഗത്താണ് സമ്മേളന വേദിയിലേക്ക് എത്താനുള്ളത്. പ്രവർത്തനം 2. നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന ഭരണവ്യവസ്ഥകളുമായി ബന്ധപ്പെട്ട് 2 വാർത്തകളാണ് തന്നിരിക്കുന്നത്. വാർഡിലെ വികസന പ്രവർത്തനങ്ങൾക്ക് മുൻഗണനാ ക്രമം അംഗീകരിച്ച് ഗ്രാമസഭ അല്ലെങ്കിൽ വാർഡ് അവസാനിച്ചു. ബില്ലുകൾ പാസാക്കി നിയമസഭ അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. ഇതിൽ പ്രത്യക്ഷ ജനാധിപത്യവുമായി ബന്ധപ്പെട്ട സഭ ഏതെന്ന് കണ്ടെത്തി എഴുതാനാണ് ചോദ്യം. ഉത്തരം ഗ്രാമസഭ അല്ലെങ്കിൽ വാർഡ് സഭ. അടുത്തത്, ജനുവരി 25 സമ്മതിദാന ദിനമാണല്ലോ. ഇതിൻ്റെ ഭാഗമായി ജനാധിപത്യത്തിൻ്റെ സവിശേഷതകൾ എന്ന വിഷയത്തെക്കുറിച്ച് പ്രസംഗിക്കുന്നതിന് മിട്ടു തയ്യാറാക്കിയ ആശയമാണ് താഴെ തന്നിരിക്കുന്നത്. കൂടുതൽ ആശയങ്ങൾ കൂട്ടിച്ചേർക്കുക എന്നതാണ്. ഇവിടെ ആദ്യമായി തന്നെ ജനാധിപത്യ സംവിധാനത്തിൽ ജനങ്ങൾക്കാണ് പരമമായ അധികാരമെന്ന് നൽകിയിട്ടുണ്ട്. അടുത്ത പോയിന്റ്, സ്വാതന്ത്ര്യവും നീതിപൂർവമായ തെരഞ്ഞെടുപ്പ്, ഗവൺമെൻറ്റിനെ വിമർശനങ്ങളിലൂടെ മെച്ചപ്പെടുത്താൻ സഹായിക്കുന്ന പ്രതിപക്ഷം, നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യത എന്ന് ഉറപ്പുവരുത്തുന്ന നിയമവാഴ്ച, ജനങ്ങളെയും ഭരണകൂടത്തെയും തമ്മിൽ ബന്ധിപ്പിക്കാൻ സഹായിക്കുന്ന സ്വതന്ത്ര വാർത്താ മാധ്യമങ്ങൾ. അടുത്തത് പ്രവർത്തനം 3 ആണ്. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ വസ്ത്രത്തെയും വസ്ത്രധാരണത്തെയും സമരായുധമാക്കിക്കൊണ്ട് ഇന്ത്യൻ ജനത സ്വാതന്ത്ര്യ സമരത്തെ ബഹുജന പ്രക്ഷോഭമാക്കി മാറ്റി. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ വസ്ത്രധാരണവുമായി ബന്ധപ്പെട്ട് നടന്ന പ്രക്ഷോഭങ്ങളെക്കുറിച്ച് ലഘുകുറിപ്പ് തയ്യാറാക്കുകയാണ് വേണ്ടത്. ഇവിടെ കുറിപ്പിൽ ഖാദി, ചർക്ക, നൂൽനൂൽപ്പ്, കൂടാതെ വിദേശ വസ്ത്ര ബഹിഷ്കരണം, ഖാദി വസ്ത്രങ്ങളുടെ പ്രോത്സാഹനം, ചർക്ക സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ പ്രതീകം എന്നിവ കൂടി ചേർത്താണ് ലഘുകുറിപ്പ് തയ്യാറാക്കേണ്ടത്. അടുത്ത ചോദ്യം, തിരുവിതാംകൂറിൽ എല്ലാ സ്ത്രീകൾക്കും മേൽവസ്ത്രം ധരിക്കാനുള്ള അവകാശം അനുവദിച്ചുകൊണ്ട് 1859 വിളംബരം പുറപ്പെടുവിച്ച ഭരണാധികാരി ആര് എന്നാണ്. ഉത്തരം ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ. പ്രവർത്തനം 4. പഠന പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഭൂഖണ്ഡങ്ങളുടെ രൂപമുള്ള സ്റ്റിക്കറുകൾ ഉപയോഗിച്ച് ചുമർപത്രിക തയ്യാറാക്കിയിരിക്കുകയാണ് മിയ. ഭൂഖണ്ഡങ്ങളെ തിരിച്ചറിയാൻ മിയയെ സഹായിക്കാമോ? ആദ്യത്തേത് ഏഷ്യയാണ്. അടുത്തത്, രണ്ടാമതായി ഇവിടെ നൽകിയിട്ടുള്ളത് വടക്കേ അമേരിക്ക. മൂന്നാമതായി നൽകിയിട്ടുള്ളത് ഓസ്ട്രേലിയ. നാലാമത്തേത് യൂറോപ്പ്. അഞ്ചാമത്തേത് ആഫ്രിക്ക. ആറാമതായി തെക്കേ അമേരിക്ക. ഇങ്ങനെയാണ് പട്ടിക പൂർത്തിയാക്കേണ്ടത്. പ്രവർത്തനം 5. ആധുനിക സമൂഹത്തിൻ്റെ രൂപീകരണത്തിൽ ഗതാഗത സംവിധാനങ്ങൾ പ്രധാന പങ്ക് വഹിക്കുന്നു. ഇവിടെ കുറച്ച് വാക്യങ്ങൾ നൽകിയിട്ടുണ്ട്. നൽകിയിരിക്കുന്ന ആശയങ്ങളിൽ നിന്നും ജലഗതാഗതവുമായി ബന്ധപ്പെട്ടവ കണ്ടെത്തി എഴുതുക എന്നതാണ് ചോദ്യം. ഉത്തരം നോക്കാം. ഏറ്റവും ചെലവ് കുറഞ്ഞ ഗതാഗത മാർഗം, മലിനീകരണം കുറവ്, രാജ്യങ്ങൾ തമ്മിലുള്ള ചരക്കു കൈമാറ്റത്തിന് കൂടുതൽ അനുയോജ്യം, മത്സ്യബന്ധനത്തിനു കൂടി ഉപയോഗപ്പെടുത്തുന്ന ഗതാഗത സംവിധാനം.
അടുത്ത ചോദ്യം, കിഴക്കിൻ്റെ വെനീസ് എന്നറിയപ്പെടുന്ന പട്ടണം ഏത് എന്നാണ് ഉത്തരം ആലപ്പുഴ. പ്രവർത്തനം 6. ഇന്ത്യയെ അറിയാൻ എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കി ടിനു തയ്യാറാക്കിയ ആശയ ഭൂപടമാണ് തന്നിരിക്കുന്നത്. തന്നിരിക്കുന്ന ഭൂപടം നിരീക്ഷിച്ച് വിട്ടുപോയ ഭാഗം പൂർത്തിയാക്കുക എന്നതാണ്. ഇവിടെ ഏറ്റവും ചെറിയ അയൽ രാജ്യം ഭൂട്ടാനാണ്. കേരളത്തോട് ചേർന്ന് അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന കേന്ദ്രഭരണ പ്രദേശം ഏത് എന്നാണ് ഒന്നാമത്തെ ചോദ്യം. ഉത്തരം ലക്ഷദ്വീപ്. അടുത്തത്, മഹാരാഷ്ട്ര സംസ്ഥാനത്തിൻ്റെ തലസ്ഥാനം ഏത് എന്നാണ് ചോദ്യം. ഉത്തരം മുംബൈ. ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനം ഏത് എന്നാണ് ചോദ്യം. ഉത്തരം ഉത്തർപ്രദേശ്. ഏറ്റവും കുറവ് കടൽ തീരമുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏത് എന്നാണ് ചോദ്യം. ഉത്തരം ഗോവ. ബി ക്വസ്റ്റ്യൻ, സംസ്ഥാനത്തെ തിരിച്ചറിയുക എന്നതാണ്. ഇന്ത്യയുടെ കിഴക്കൻ തീരത്ത് സ്ഥിതി ചെയ്യുന്നു. തലസ്ഥാനം കൊൽക്കത്ത. ഭൂട്ടാൻ, നേപ്പാൾ, ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്നു. ഉത്തരം പശ്ചിമ ബംഗാൾ. പ്രവർത്തനം 7. ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിലുണ്ടായ വികാസം ആശയവിനിമയ രംഗത്ത് വൻ കുതിച്ചുചാട്ടങ്ങൾക്ക് വഴിയൊരുക്കി. വ്യക്തിഗത ആശയവിനിമയ രീതികളും ബഹുജന ആശയവിനിമയ രീതികളും തമ്മിൽ താരതമ്യം ചെയ്ത് ഉദാഹരണ സഹിതം കുറിപ്പ് തയ്യാറാക്കുകയാണ് വേണ്ടത്. വ്യക്തിഗത ആശയവിനിമയം ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് ആശയങ്ങളോ സന്ദേശങ്ങളോ വിനിമയം ചെയ്യുന്നതാണ്. ഉദാഹരണം കത്ത്, ടെലഗ്രാഫ്, ടെലിഫോൺ, ഫാക്സ്. അടുത്തത് ബഹുജന ആശയവിനിമയമാണ്. ഒരു സന്ദേശമോ ആശയമോ ഒരേ സമയം വലിയ ഒരു ജനവിഭാഗങ്ങളിലേക്ക് വിനിമയം ചെയ്യുന്നതാണ്. ഉദാഹരണം സമൂഹ മാധ്യമങ്ങൾ, മൊബൈൽ ഫോൺ, പത്രം, ചാനലുകൾ. ബി ക്വസ്റ്റ്യൻ, തന്നിരിക്കുന്ന ലോഗോകളിൽ ഇന്ത്യൻ തപാലുമായി ബന്ധപ്പെട്ട ലോഗോ കണ്ടെത്തി എഴുതാനാണ്. ഇവിടെ ഇന്ത്യൻ തപാലിൻ്റെ ലോഗോ രണ്ടാമതായി കാണിച്ചിരിക്കുന്ന ലോഗോയാണ്. വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യൂ. താങ്ക് യു ഫോർ വാച്ചിങ്.